അപ്പുറത്ത് ഇതല്ലേ ഇതല്ലേ തുടങ്ങാലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. എല്ലാവർക്കും സ്ലൈഡ് ഒക്കെ ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ? യെസ് മാം. ഗുഡ് ഈവനിങ്. ഓക്കെ, ഇന്നലെ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലേ? വിറ്റാമിൻസ്, മിനറൽസ് എഴുതിക്കൊണ്ട് വന്നിട്ടില്ലേ ആരും? പറ്റിയില്ലായിരുന്നു മാം. ഒന്ന് ആക്ടിവിറ്റി ഒന്ന് പറയാമോ? അതായത് വിറ്റാമിൻസ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണത് ഏതിന്നാ? കാൽസ്യം, കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഇത് കിട്ടുന്നില്ല. അപ്പൊ ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാര്യമില്ല കേട്ടോ, അതൊന്ന് ചെയ്താൽ മതി നിങ്ങൾ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയും അതിനെ കുറിച്ചിട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയും ബേസ് ആയിട്ടുള്ളത്, ഇത് ചെയ്താൽ മതി. ജസ്റ്റ് നെയിം മാത്രം എഴുതിയാൽ മതിയോ? പേര് മാത്രം മതി. ഏതിന്നൊക്കെയാണ് ഇതൊക്കെ കിട്ടുന്നത്. നമുക്ക് കാൽസ്യം ആയാലും അതുപോലെ തന്നെ പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, അതൊക്കെ കൂടുതൽ ഏതൊക്കെ ഫുഡിൽ നിന്നാണ് അത് നമുക്ക് ടേക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് മാത്രം എഴുതിയാൽ അറിഞ്ഞിരിക്കാനാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഓക്കെ. നോക്കിയേ നമ്മള് ഇന്നലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് എഴുതിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഡയറ്ററി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാ, സ്ലൈഡ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. സ്ലൈഡ് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സ്ലൈഡ് ഞാൻ തന്നിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കയറിയ ആളുകള് ഒന്ന് റീഡ് ചെയ്യാം. മാം ഇത് മൊത്തത്തിൽ വായിക്കാനാണോ? മൊത്തം പാരഗ്രാഫ് അതോ ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? ഫസ്റ്റ് പാരഗ്രാഫ്. ആദ്യം നിങ്ങള് ഒന്ന് മൊത്തത്തിലൊന്ന് വായിച്ചു. ആ ഒരു മൊത്തം പാരാഗ്രാഫ് ഒന്ന് വായിച്ചു കേട്ടോ. ആ ഒരു ഹെഡിങ്ങിന്റെ ഡയറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു മൊത്തം പാരാഗ്രാഫ്.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇത് പറയാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കൂടുതൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതുകൂടാതെ ഈ ഒരു എത്രയാ ഒരു 3 പാരാഗ്രാഫ് ഉണ്ട് അല്ലെ? 3 പാരാഗ്രാഫ് ആയിട്ടാണ് ഡയറ്ററി റിക്വയർമെന്റ്സ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാരാഗ്രാഫ് ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? നിങ്ങൾ തന്നെ ഒരാള് പറ കേട്ടോ. ആരാ? ഫസ്റ്റ് പാരാഗ്രാഫ് മാത്രം ആരാ? ആരെങ്കിലും ഒരാൾ റെഡി ആയിട്ട് വന്നേ. 3 പേര് റെഡി ആയിട്ട് വാ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. ആദ്യത്തേത് ആരാ വായിക്കുന്നേ? ആരും ഇല്ലേ? എളുപ്പല്ലേ പറയാനേ? ഞാൻ ആരാ? വായിക്കാം. പേരെന്താ? സാബിക്ക. എന്താ? സാബിക്ക. ഓക്കെ, എനിക്ക് ഇത് കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേരുകൾ കേട്ടോ, അതുകൊണ്ടാണ് സ്ലൈഡ് മാത്രം വലുതാക്കി ഇട്ടാക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ നേരിട്ട് വരാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, മോളൊന്ന് പറഞ്ഞു, അതൊന്ന് വായിച്ച് മനസ്സിലായല്ലോ? കാര്യങ്ങൾ മനസ്സിലായതോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. വീണ്ടും റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട്. അതായത് കുട്ടികളിലെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിന്റെ നെസസറി എന്ന് പറയുന്ന പോലെ ബോഡി വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഹൈറ്റും പിന്നെ എന്താ പറയാ, ഇസ് മച്ച് ഹയർ ദാൻ വലിയ ആൾക്കാരെ കൂടുതൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നോക്കുന്നത്. പിന്നെ ത്രൂ ദ ബോഡി അവരുടെ ബോഡിക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മൾ അവർക്ക് ന്യൂട്രീഷനായിട്ട് കൊടുക്കേണ്ടത്. എന്താ പറയാ, ഓരോ പ്രൊപ്പോർഷനിലും ന്യൂട്രീഷൻസിന്റെ ഇതിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഓരോ ഏജിനനുസരിച്ചാണ് ഓരോ അതിന്റെ പ്രൊപ്പോർഷൻ വരുന്നത്. ഇതില് പിന്നെ 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളുടെ പ്രൊപ്പോർഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവർക്ക് എനർജി 1690 kcal, പിന്നെ പ്രോട്ടീന് 30 ആണ്, 30 ഗ്രാമാണ് ഒരു ദിവസത്തിൽ വേണ്ടത്. പിന്നെ അവർക്ക് വിറ്റാമിൻസ് ആയിട്ട് എയും ബിയും സിയും ഡിയും, പിന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, അയഡിന്, അയേണ്, ഇതൊക്കെ അവരെ ഡെയിലി ആയിട്ട് നമ്മൾ മാക്സിമം അവരെ ഫുഡിലും ന്യൂട്രീഷൻസ് ആയിട്ട് നമ്മൾ ഫുഡിലൂടെ അവർക്ക് കൊടുക്കേണ്ടതാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചാണ് അവരുടെ ഫുഡും അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ്. ഹൈറ്റ് കുറവുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ന്യൂട്രീഷൻസും, വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ളതും നമ്മൾ കൊടുക്കണം. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ശരിയാണ് കേട്ടോ. അല്ലെ, മറ്റുള്ളവരും അങ്ങനെ തന്നെ വായിച്ചെടുത്ത് അങ്ങനെ തന്നെയല്ലേ മനസ്സിലായത് നിങ്ങൾക്കും? വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ? ഇപ്പോ കുട്ടി പറഞ്ഞതിൽ എക്സ്പ്ലെയിൻ ചെയ്തതില് അങ്ങനെ തന്നെയല്ലേ? യെസ് മാം. അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോ ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയ ഒരു പാരാഗ്രാഫിൽ എന്താണെന്നുള്ളത് അല്ലെ? അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആവശ്യമുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത പാരാഗ്രാഫും ഇതുപോലെ തന്നെ ഒരാൾ വന്ന് വായിക്കാം, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിന്റെ തൊട്ടടുത്ത പാരാഗ്രാഫ് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലേ? അപ്പൊ കുട്ടികളുടെ പോഷകം, അതായത് കുട്ടികൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നതിന്റെ ഒരു നെസസിറ്റി, അതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് അവരുടെ ശരീര വലിപ്പത്തെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അതായത് ഇത്ര വെയിറ്റ് ഉള്ള ആള് അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ള ആൾക്ക് എന്താണ് ഇത്ര പെർസെന്റേജ് എന്താണ് ന്യൂട്രീഷൻസ് അവരുടെ ബോഡിയിൽ എത്തണം. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളിന്റെ വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വാട്ടർ, അതായത് വെള്ളം ഇൻടേക്ക് ചെയ്യേണ്ടത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ അത്? നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എത്ര ലിറ്റർ ആണ്, എത്ര വെയിറ്റിനനുസരിച്ചിട്ടാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ തന്നെയാണ് എന്ത് ഈ ഒരു ന്യൂട്രീഷൻസ് എന്ത് ചെയ്യുന്നത്, കുട്ടികളാണെങ്കിൽ അവരുടെ വെയിറ്റിനും ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് ഇത്ര പെർസെന്റേജ് എന്താണ് ഒരു ദിവസമെങ്കിലും അവരുടെ ശരീരത്തിൽ എന്ത് എത്തിക്കണം, ഈ ഒരു ന്യൂട്രീഷൻസ് നമ്മൾ എത്തിക്കണം.
ഓക്കെ, അത് നോർമൽ ആയിട്ടുള്ള പ്രൊപ്പോർഷൻസിൽ, അതായത് നോർമൽ ആയിട്ടുള്ള അനുപാതത്തിൽ, അതായത് ഇപ്പൊ പ്രോട്ടീൻസ് ഇത്ര പെർസെന്റേജ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇത്ര, അതുപോലെ ഫൈബേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ വേണം നമ്മള് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ കുട്ടിയുടെ ഹെൽത്ത് നല്ല രീതിയിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്താണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷൻ കൃത്യമായിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ കുട്ടികളുടെ പ്രായത്തിൽ, അതായത് കുട്ടികൾ വളരുന്ന ആ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് എന്തായാലും കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അളവുണ്ടായിരിക്കും. അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു നിശ്ചിത ശതമാനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. പ്രോട്ടീൻസ് എന്ത് കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കണം. അതായത് ഇതെല്ലാരും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസിലായിരിക്കണം നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീന്, അതുപോലെ തന്നെ വൈറ്റമിൻസ്. അതിനകത്ത് A, B, C and D എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി. ഓക്കെ, വൈറ്റമിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? വൈറ്റമിൻ എ എന്താണ്, വൈറ്റമിൻ ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ്? ആരെങ്കിലും ഒരാളും അറിയാന്നുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് റിഫ്രഷ് ചെയ്തേ ഒന്ന്. എന്താണ് വൈറ്റമിൻ എ? അറിയാം മാഡം, ഞങ്ങക്ക് ജിഷ മാഡത്തിന്റെ ക്ലാസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഒന്ന് പറയാമോ എന്നോട്? എന്തൊക്കെയാ മിസ് പറഞ്ഞേ? വൈറ്റമിൻ എ കണ്ണിന്റെ ഹെൽത്തിന് ആവശ്യമാണ് വൈറ്റമിൻ. കണ്ണിന്റെ ഹെൽത്തിനാണ് അല്ലേ? ഓക്കെ, പിന്നെ ഫാറ്റ് സോലിബിൾ ആണ്. എന്താ? ഫാറ്റ് സോലിബിൾ. ഓക്കെ, പിന്നെ ഡെഫിഷ്യൻസി ഉണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത കേട്ടോ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോസ്, ക്യാരറ്റ്, സ്പൈനാച്ച്, ആപ്രിക്കോട്സ് ഇങ്ങനെയുള്ളതിലൊക്കെ വിറ്റാമിൻ എ കണ്ടെയ്ൻസ് ഉണ്ട്. ഓ, Chemical name retinol or retinal. എന്താ? Chemical name of vitamin A. Retinol. റെറ്റിനോൾ. ഇപ്പൊ പറഞ്ഞു അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ് കേട്ടോ. കെമിക്കൽ നെയിം റെറ്റിനോൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വിറ്റാമിൻ എ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ സ്റ്റോറേജ് എവിടെയാ വിറ്റാമിൻ എയുടെ? അറിയാമോ? ലിവറിലല്ലേ? ലിവറിലാണ്. ലിവറിലാണ് വിറ്റാമിൻ എ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഐയുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണിത് വിറ്റാമിൻ എ എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് കണ്ണിന് ഡ്രൈനെസ് ഒക്കെ വരാം, അല്ലെങ്കിൽ കണ്ണുനീര് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അത് ഉത്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാം. അതായത് ഡ്രൈനെസ് മൂലമാണ് കണ്ണുനീരൊക്കെ അധികം വരാത്തത്. അത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു രോഗം ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഒന്ന് നൈറ്റ് ബ്ലൈൻഡ്നെസ്, മറ്റൊന്ന് സിറോഫ്താൽമിയ കേട്ടോ. സിറോഫ്താൽമിയ അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് രണ്ട് ഡിസീസ്. ഓക്കെ, പിന്നെ ജീവകം എ, അതായത് വിറ്റാമിൻ എ ധാരാളമായി കാണപ്പെടുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാല് ക്യാരറ്റില് എന്താണ് വിറ്റാമിൻ എ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചീര, അമരാന്തസിൽ എന്തുണ്ട്? വിറ്റാമിൻ എ ഉണ്ട്. ഡയറി പ്രൊഡക്ട്സ്, അതായത് പാല്, അതുപോലെ തന്നെ തൈര്, വെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ എ ധാരാളമായിട്ടുണ്ട്. പിന്നെ ലിവർ കേട്ടോ, അതായത് ഇപ്പോ ആനിമൽസിന്റെ ഒക്കെ ലിവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ മേടിക്കുമല്ലോ, ആ ലിവറിൽ എന്തുണ്ട്? വിറ്റാമിൻ എ ധാരാളമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ പയറിന്റെ ഇല കേട്ടോ, പയറിന്റെ ഒക്കെ ഇലയില്ലേ, നമ്മുടെ അച്ചിങ്ങയുടെ ഒക്കെ ഇല ഉണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ട്? വിറ്റാമിൻ എ ഉണ്ട്. പിന്നെ ചേമ്പിന്റെ ഇല, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവുന്ന ചേമ്പുണ്ടല്ലോ, അതിന്റെ ഇലയൊക്കെ എന്താണ്? വിറ്റാമിൻ എ കൊണ്ട് സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ മുരിങ്ങ ഇല,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ആളുകൾ വെറുതെ എന്ത് ചെയ്യും, വെറുതെ അതൊന്നും ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കും. പക്ഷെ എന്താണ് മുരിങ്ങയില എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ, ട്രീ ഉണ്ടോ മുരിങ്ങയുടെ? ഉണ്ടോ? Yes, ma'am. ചെയ്യാറുണ്ടോ? എടുത്ത് കറി വെക്കാറുണ്ടോ? വെക്കാറുണ്ട് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണൊക്കെ തിളങ്ങുന്ന കാണാം ഡെയിലി അത് കഴിച്ചു കഴിഞ്ഞാല് കേട്ടോ. കണ്ണിനൊക്കെ ഒരു പ്രത്യേക ഷൈനിങ് വരും മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത് എന്താ, ഈ ഒരു വിറ്റാമിൻ എയുടെ ഇതുണ്ട് അതിനകത്ത് കൂടുതൽ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് വിറ്റാമിൻ. ക്യാരറ്റ് വിറ്റാമിൻ എ ആണ്, പാല്, അതുപോലെ ലിവർ, അതുപോലെ ഈ മുരിങ്ങയില, ചീര, അതൊക്കെ എന്താണ് വിറ്റാമിൻ എ കൊണ്ട് നിറഞ്ഞതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി എവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? വിറ്റാമിൻ ബി, വിറ്റാമിൻ ബി പല ഐറ്റംസ് ഇല്ലേ? വിറ്റാമിൻ ബി നമുക്ക് പ്രധാനമായിട്ടും ധാരാളമായിട്ട് വിറ്റാമിൻ ബി അതിന്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ അരിയുടെ തവിടുണ്ടല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മള് തവിടേപ്പാടി അരി മേടിക്കുമല്ലോ, പലരും അങ്ങനെ മേടിക്കുന്നില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ കൃഷി സ്ഥലത്തൊക്കെ കൊയ്തെറിഞ്ഞ് അപ്പൊ തന്നെ കൊണ്ടുവന്നിട്ടില്ലേ ആ സംഭവമില്ലേ? തവിട് കളഞ്ഞിട്ട് അതായത് ഫ്ലോറിഷ് ചെയ്തിട്ടല്ല നമുക്ക് തരുന്നവര്. മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നേ? അതായത് മില്ലിലൊക്കെ നമുക്ക് നല്ല ഇറക്കിയിട്ടാണല്ലോ നമുക്ക് അവര് തിരിച്ചു തരുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്താണ് ഈ സാധനം കൊയ്ത് കൊണ്ടു ഉണക്കാനായിട്ട് ഇടുമല്ലോ, അത് അങ്ങനെ പാടി തന്നെ എന്താണ് നമ്മള് വേവിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു തവിടിലാണ് എന്തുള്ളത്. ഇപ്പൊ കടകളിലൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. തവിട് കളയാത്ത അരി എന്ന് പറയാൻ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സംഭവത്തിൽ എന്തുണ്ട്, വിറ്റാമിൻ ബി ധാരാളമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അരിയുടെ തവിടിലാണ് കൂടുതലായിട്ട് എന്തുള്ളത്, വിറ്റാമിൻ ബി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കൊരു ഡിസീസ് ഉണ്ടാവാറുണ്ട്. ആ ഡിസീസിന്റെ പേര് എന്താണെന്നറിയോ? Beriberi. ബെറിബെറി കേട്ടോ. ഓക്കെ, ബെറിബെറി എന്നാണ് ആ ഒരു രോഗത്തിന്റെ പേര് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ഇതാണ് വിറ്റാമിൻ സി. ഓക്കെ, വിറ്റാമിൻ സി നമുക്ക് എവിടെ നിന്നാ കിട്ടാം? വിറ്റാമിൻ സി നമുക്ക് ഇത് പ്രൊഡക്ട്സ് നിന്ന് നമുക്ക് വിറ്റാമിൻ സി അവൈലബിൾ ആവും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലേ? ഓക്കെ, കൂടുതലായിട്ട് കാണപ്പെടുന്നതോ? നെല്ലിക്ക, നാരങ്ങ, വിറ്റാമിൻ സി കൂടുതലായിട്ടുള്ളത് ഇതിലാണ്. നെല്ലിക്ക, ഓറഞ്ച്, നെല്ലിക്ക, പൊട്ടറ്റോ, പൊട്ടറ്റോ, ഓക്കെ, ഡ്രം സ്റ്റിക് ലീഫ്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് വിറ്റാമിൻ സി കാണപ്പെടും അല്ലെ? വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താ? വാട്ട് ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് ascorbic ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം അല്ലെ? ഓക്കെ ഓക്കെ, അപ്പോ ഈ മിൽക്കിലും എഗ്ഗിലൊക്കെ വിറ്റാമിൻ സി ഉണ്ടോ? ഉണ്ടോ? വിറ്റാമിൻ സി മിൽക്കിലും എഗ്ഗിലും ഉണ്ടോ? വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ചൂടാക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. വൈറ്റമിൻ സി മിൽക്കിലും എഗ്ഗിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ, അതിനകത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാവില്ലേ മാം? എന്താ വിറ്റാമിൻ ബിയിലുണ്ടാവില്ലേ? ബി എഗ്ഗിലും മിൽക്കിലൊക്കെ. അതുണ്ട് കേട്ടോ. ഓക്കെ, സിയിലാണ് എന്തില്ലാത്ത ഈ പാല് അങ്ങനെയുള്ള സംഭവങ്ങള് വിറ്റാമിൻ സി ആ ഒരു ഇത് ആ കണ്ടന്റ് അതിനകത്ത് അടങ്ങിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി വിറ്റാമിൻ സി ധാരാളമായിട്ട് കാണപ്പെടുന്നത്, അതിന്റെ ഒരു കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുളി രുചിയുള്ള ഫ്രൂട്ട്സിലാണ്. പുളി, ഇപ്പൊ ഇതിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞു, നെല്ലിക്ക പറഞ്ഞു, അതുപോലെ തന്നെ നാരങ്ങ പറഞ്ഞു അല്ലെ? നാരങ്ങ, ലെമൺ, അതുപോലെ തന്നെ പുളിയുള്ള എന്ത് സാധനങ്ങളിലും ഫ്രൂട്ട്സിൽ നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഓക്കെ,
സിട്രസ് ഫ്രൂട്ട് ആണ് എന്ത് ഈ ഒരു വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പൊ നാരങ്ങയിലായാലും ഇപ്പൊ ചെറുനാരങ്ങ അല്ലെ, ധാരാളം ആ നാരങ്ങയിൽ ഉള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. പിന്നെ തക്കാളി, ടൊമാറ്റോയിൽ എന്തുണ്ട്, വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുളിരുചിയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഫ്രൂട്ട്സ് ആവും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ് കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു പ്രത്യേകത, വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. നമ്മളിപ്പോ ടൊമാറ്റോ എടുത്ത് കറി വെച്ചു, പക്ഷെ ആ കറി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിറ്റാമിൻ സി കണ്ടന്റ് എന്ത് ചെയ്യും, അവിടെ ലോസ് ആയി പോവാനാണ് സാധ്യത. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. പിന്നെ ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ യുവത്വം അല്ലെ, നമ്മൾ യങ് ആയിട്ട് ഇരിക്കാനായിട്ട് കൂടുതൽ എന്താ പറയാ, നമ്മൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ. നമ്മുടെ യങ് ഏജ് നമ്മൾ നല്ല സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആയിട്ടിരിക്കാനായിട്ട് കാരണം എന്താ, ഈ ഒരു വിറ്റാമിൻ സി അതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡെയിലി എന്ത് ചെയ്യാ, വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. എന്താണ് കുറെ കാലങ്ങളിൽ നമ്മള് സുന്ദരിയും സുന്ദരന്മാരുമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത്, യങ് ഏജ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പിന്നെ യൂറിനിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി കേട്ടോ. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴെന്താണ്, വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആയി പോകുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കേട്ടോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അത് ക്യാൻസറിനെ എന്താ പറയാ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് ഈ ഒരു വൈറ്റമിന് കേട്ടോ. അതുകൊണ്ടാണ് ആന്റി ക്യാൻസർ വൈറ്റമിൻ അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നുകൂടി പറയാം, ലാസ്റ്റ് വൺ. ആന്റി ക്യാൻസർ വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ ആൻഡ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. ഓക്കെ. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ബോഡിയില് അയേണിന്റെ, അതായത് അയേൺ എന്താണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണമല്ലോ. കൂടുതല് നമ്മുടെ സെല്ലുകളിലേക്കും മറ്റും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയൺ സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ അയേണിന്റെ ഒരു അബ്സോർബേഷൻ, അതായത് ആ ഒരു അബ്സോർബേഷൻ നടക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു വൈറ്റമിൻ സി ആണ് സഹായിക്കുന്നത് കേട്ടോ. അയേൺ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ആവാനായിട്ട് വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ. അതുകൂടാതെ ഈ അയേൺ എന്ന് പറയുന്ന ഈ ഒരു ഇരുമ്പ് അല്ലെ, അയേൺ എന്ന് പറയുന്ന ഒരു കാര്യം വേറൊരു ഇത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രക്തത്തില്, നമ്മുടെ ബ്ലഡിലെ ഹിമോഗ്ലോബിന്റെ ക്രിയേഷൻ. അതായത് ഇപ്പോ അറിയാലോ, നമ്മുടെ ഹിമോഗ്ലോബിന്റെ അളവ് എങ്ങനെയാ വരുന്നത്, ഫീമെയിൽ ആൻഡ് മെയിലിൽ എങ്ങനെയാ ഹിമോഗ്ലോബിന്റെ ആ ഒരു അളവ്, ആ ഒരു മെഷർമെന്റ് എങ്ങനെയാ വരുന്നത്, ഹിമോഗ്ലോബിൻ അറിയാമോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് നോക്കാറില്ലേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുള്ളതല്ലേ? എത്രയാ വരുന്ന റേഞ്ച് ഹിമോഗ്ലോബിന്റെ അളവ്? 11.5 മെയില്, 30 അല്ലേ? 30.5 എന്ന് തോന്നുന്നു അല്ലേ മെയില്? 13.5 മെയില്, കൂടുതൽ വേണം ഫീമെയിലില്. അങ്ങനെയാണ് വരുന്നത്. ആ റേഞ്ചിലാണ് ഹിമോഗ്ലോബിൻ വരുന്നത്. 12.5 ആണ് ഫീമെയിലിന് വരുന്നത് ഹിമോഗ്ലോബിൻ. 13.5 ആണ് എന്ത് വരുന്നേ, മെയിലിന് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിനകത്ത് ആ ഒരു അളവിൽ എന്ത് ചെയ്യാൻ പാടില്ല, അധികം കുറയാനായിട്ട് പാടില്ല കേട്ടോ. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ ഒരു അയൺ എന്ന് പറയുന്ന ഈ ഒരു എന്താ, അയൺ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡില് ഹിമോഗ്ലോബിന്റെ നിർമ്മാണം നടത്തുന്നു. അതായത് ഹിമോഗ്ലോബിന്റെ അളവ് കൂടുതലാക്കുന്നതില് അല്ലെങ്കിൽ ആ ഒരു അളവ് നിലനിർത്തുന്നതില് അയേൺ ആണ് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത് കേട്ടോ. അപ്പൊ അയേണും ഹിമോഗ്ലോബിൻ, ഇപ്പൊ ഹിമോഗ്ലോബിൻ കുറവാണെങ്കിൽ ഡോക്ടർ എന്താ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുക, അയേൺ ടാബ്ലറ്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെ. ഓക്കെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽസ്യം എന്തിനാ സഹായിക്കുന്നത്, കാൽസ്യം
Bond strength. എല്ലിനും പല്ലിനും. ബോൺസിനും ടീത്തിനുമാണ് അല്ലെ. അപ്പൊ കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫോസ്ഫറസ് ഉണ്ട് കേട്ടോ. കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലിന്റെയും അതുപോലെ തന്നെ പല്ലിന്റെയും ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സോഡിയം എന്താ ചെയ്യുന്നത്? സോഡിയം എന്താ ചെയ്യുന്നത്? ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വാട്ടർ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് എന്താ? സോഡിയം കേട്ടോ. സോഡിയത്തിന്റെ അളവ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കുറഞ്ഞു പോകാനൊന്നും പാടില്ല. ഓക്കെ, ഇനി ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി അയഡിൻ ആണെങ്കിലോ, അയഡിൻ തൈറോയിഡ്. ഓക്കെ, നമ്മുടെ തൈറോയിഡിന്റെ ശരിയായ പ്രവർത്തനത്തിന് ശരിയായിട്ടുള്ള ഫങ്ഷനിങ്. തൈറോയിഡ് എന്ന് പറയുന്നത് എന്താ? അതൊരു എന്താ പറയാ, വളർച്ചാ ഹോർമോൺ ആണ് അല്ലെ. അതായത് കുട്ടികളിലൊക്കെ എന്താണ്, വളരെയധികം ആ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അമിതമായിട്ടുള്ള ഓവറായിട്ടുള്ള ഒബേസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടി സ്കെൽറ്റണിങ് ആയിട്ട് പോകും, തീരെ മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭാരം ഉണ്ടാവും. അപ്പൊ കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഇതാണ് എന്ത്, തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു അതിന്റെ ശരിയായ പ്രവർത്തനത്തിന് നമ്മൾ അയഡിന്റെ അളവ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് എന്താണ്, പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ ഫങ്ഷനിങ്, ബ്രെയിൻ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അയഡിൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ സി പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഇനി അടുത്തത് എന്താണ്, ഡി ആണ് അല്ലെ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഈ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താ? സ്കർവി. സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ട് കാണപ്പെടുന്നത് പുളിരുചിയുള്ള പഴങ്ങളിലാണെന്ന് പറഞ്ഞു. പിന്നെ നെല്ലിക്കയിൽ കാണുന്നുണ്ട്, പപ്പായയിലുണ്ട് കേട്ടോ. പപ്പായയിൽ വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ മുരിങ്ങയിലും എന്തുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ എയുടെ ഇതായിട്ടുള്ള മുരിങ്ങയിലും എന്തുണ്ട്, ഈ ഒരു വൈറ്റമിൻ സി നമുക്ക് കാണപ്പെടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക്? ഫാറ്റി ഫിഷ്. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കേട്ടോ. സൺഷൈൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കെമിക്കൽ നെയിം എന്താ? എർഗോ കാൽസിഫെറം. ഓക്കെ, ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താ വൈറ്റമിൻ ഡിയുടെ? ബോൺസ് ആണോ? അഥവാ റിക്കറ്റ്സ് എന്ന് പറയും ഡെഫിഷ്യൻസി ഡിസീസ്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് കേട്ടോ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുക. പിന്നെ എന്താണ്, നമ്മുടെ ഇപ്പോ മത്സ്യ എണ്ണകളിൽ ഉണ്ടല്ലോ, അതായത് ഫിഷ് ഓയിലൊക്കെ കാണപ്പെടും. മത്സ്യ എണ്ണകളിലൊക്കെ ഇപ്പൊ മീൻ ഗുളിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ചെയ്യൂലേ, അകത്ത് കഴിക്കൂലേ, അതിനകത്ത് എന്താ ഉള്ളേ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ പാലുൽപ്പന്നങ്ങളിൽ നമുക്ക് എന്ത് കിട്ടും, വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മഷ്റൂമിൽ നിന്ന് കിട്ടും. അതൊന്നും കൂടി പറയോ? മഷ്റൂമിൽ നിന്ന് എന്താ? സൺഷൈൻ വൈറ്റമിൻ ആണ്, പിന്നെ സ്റ്റിറോയിഡ് എന്തോ പറഞ്ഞില്ല, അതൊന്നും. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഈ ഒരു വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറ്റമിൻ ഇ ആണ്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ. വൈറ്റമിൻ കെയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൈറ്റമിൻ ഇ എന്താ? വൈറ്റമിൻ ഇ കെമിക്കൽ നെയിം എന്താ? ടോക്കോട്രിനോൾ. ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം. എന്താ പ്രത്യേകത? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന കേട്ടോ. ബ്യൂട്ടി വിറ്റാമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താ വൈറ്റമിൻ ഇയുടെ? കുട്ടികൾക്ക് Hemolytic anemia.
ഇൻഫെർട്ടിലിറ്റി ആണ് കേട്ടോ, വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ആണ് ഉണ്ടാവുക വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട്. അതുപോലെ തന്നെ എന്തിലാ കൂടുതലായിട്ട് ഈ ഒരു വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് എന്തിലാ നമുക്ക് കാണാനായിട്ട് സാധിക്കാം? fruits, nuts, meat. Almond, egg, nuts. എന്തൊക്കെയാ? ഒരാള് പറ. കിവി, വെജ് ഓയിൽ, Almond, nuts, നട്ട്സ്, Vegetable oils. wheat, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന, നമ്മളെ വീട്ടിലൊക്കെ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക വൈറ്റമിൻ? vegetables, wheat, നമ്മുടെ എഗ് ഉണ്ടല്ലോ, മുട്ടയില്ലേ, മുട്ട കഴിക്കാറില്ലേ നിങ്ങള്? yes ma'am, അതിന്റെ മഞ്ഞ കരുവില്ലേ, യെല്ലോ കളറ്, മുട്ടയുടെ Yes. വെള്ളയുടെ ഉള്ളിലെ മഞ്ഞ, അതിലുണ്ട് എന്ത്? വൈറ്റമിൻ ഇ കേട്ടോ. ഓക്കെ, അപ്പോ അതിനകത്ത് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. മുട്ടയുടെ മഞ്ഞക്കരുവിൽ എന്തുണ്ട്? വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ മുട്ടയുടെ മഞ്ഞക്കരുവിലാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ RBC ഉണ്ടല്ലോ, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ത്? ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയാ, അതായത് സസ്യ എണ്ണകൾ ഉണ്ടല്ലോ, വെജിറ്റബിൾസ് ഓയിൽ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന, അതിനകത്തൊക്കെ വൈറ്റമിൻ ഇ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളമായിട്ട് കേട്ടോ. അപ്പോ പ്രധാനമായിട്ടും ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഡെഫിഷ്യൻസിയാണ് ഈ ഒരു ഇത് കൊണ്ട് ഉണ്ടാവുക, വൈറ്റമിൻ ഇയുടെ ഇത് കൊണ്ട് ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വൺ വൈറ്റമിൻ കെ ആണ്. എന്താണ് കെമിക്കൽ നെയിം? വാട്ട് ഈസ് ദ നെയിം ഓഫ് വൈറ്റമിൻ കെ? കെമിക്കൽ നെയിം എന്താ? ഫില്ലോക്വിനോൺ കേട്ടോ. ഫില്ലോക്വിനോൺ എന്നാണ് ഈ ഒരു വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം, ഫില്ലോക്വിനോൺ. ഓക്കെ, കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാ? എന്താണ് ഈ ഒരു ഫംഗ്ഷൻ? എന്താണ് വൈറ്റമിൻ കെയുടെ? എന്തിന്റെ ബോഡിയിലെ ഏത് പാർട്ടിന്റെ പ്രവർത്തനം? blood clotting, എന്തിന്റെയാ? blood clotting, ഓക്കെ, നമ്മുടെ ബ്ലഡ് പ്രൊഡക്ഷന് രക്തം blood clotting, ബ്ലഡ് കോട്ടിങ്. ഓക്കെ, ശരിയാണ്. നമ്മുടെ രക്തം ബ്ലഡ് കോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻസിനെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? വൈറ്റമിൻ കെ കേട്ടോ. നമ്മുടെ ലിവർ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ കെയുടെ നെസസിറ്റി അവിടെ വേണം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണത് വൈറ്റമിൻ കെ കേട്ടോ. അതായത് കൂളാക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു വൈറ്റമിൻ കെ അതിൽ നിന്ന് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രൊഡക്ട്സ് ഏതാ? ഏത് ഫുഡ് പ്രൊഡക്ട്സിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ കെ കാണപ്പെടുന്നത്? leafy vegetables, pumpkin, ഒരാള് പറ. പംകിൻ, ലീഫി വെജിറ്റബിൾസ്, ഫിഗ്, ലീഫി വെജിറ്റബിൾസ് അല്ലെ. ഇപ്പൊ ക്യാബേജ്, ഓക്കെ, ക്യാബേജിലുണ്ട് കേട്ടോ വൈറ്റമിൻ കെ. ക്യാബേജിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ അമരാന്തസ്, ചീരയിലുണ്ട്. നമ്മുടെ കോളിഫ്ലവറിൽ എന്തുണ്ട്? വൈറ്റമിൻ കെ ധാരാളമായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ത് ജനറൽ ആയിട്ട് ഈ ഒരു വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് വൈറ്റമിൻ ഇ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കെ പറഞ്ഞു അല്ലേ. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? yes ma'am, അപ്പൊ ഈ വൈറ്റമിൻസ് മാത്രമല്ല, അതിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? കാൽസ്യം അല്ലെ. കാൽസ്യത്തിന്റെ അളവ് ആ ഒരു അനുപാതത്തിലുള്ള ഒരു ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ ഫോസ്ഫറസ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരിക്കണം. അയേഡിൻ അല്ലെങ്കിൽ എന്താ പറയാ, അയേഡിൻ ആൻഡ് അയഡിന്റെ അളവിലുള്ള ഫുഡ്, അതുപോലെ തന്നെ അയേൺ ഉള്ള ഫുഡുകൾ, അതൊക്കെ എന്താണ്? കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ ആയിരിക്കണം നമ്മൾ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഒരു 3 തുടങ്ങി, അതായത് 3 to 6 years വരെയുള്ള കുട്ടികളുടെ
ആ ഒരു എനർജി എന്ന് പറയുന്നത്, ഒരു കലോറീസ് എന്ന് പറയുന്നത് ഒരു ഡേ എത്രയാ പറയുന്നത്? 1690 പറയുന്നത്. 1690 കലോറീസ് ആണ് ഒരു കുട്ടിക്ക് വേണ്ട കലോറി എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോട്ടീൻ എത്രയാ വേണ്ടത്? പ്രോട്ടീൻ എന്ന് പറയുന്നത് 13 ഗ്രാം ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു 1690 കലോറിയില് ഒരു 30 ഗ്രാം എന്തിനു പോയി? പ്രോട്ടീൻ ആണ് പോകുന്നത്. ബാക്കിയൊക്കെ എന്താണ്? കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻസിന് എന്ത് കൊടുക്കണം? കുട്ടിക്ക് ഈ ഒരു ഇത് കൊടുക്കും. ഓക്കെ. അപ്പൊ മുതിർന്നവരിൽ എത്രയാ കലോറി വരുന്നത്? മുതിർന്നവരാകുമ്പോൾ. വലിയവരിൽ എത്രയാ കലോറി? കുട്ടികൾക്ക് ഈ ഒരു റേഞ്ച് ആണ് പറയുന്നത്. എത്രയാ? 3 to 6 years. അപ്പൊ മുതിർന്നവരാണെങ്കിലോ? ആ 1500 മതി എന്നല്ലേ പറയാറ്? 1500. ഡയറ്റീഷ്യനൊക്കെ ഡയറ്റ് ചെയ്യണത് അല്ലെ? ഡയറ്റ് ചെയ്യുമ്പോ ഓക്കെ. അല്ലാതെ ആണെങ്കിലോ? 2200 2200 ആണ്. 2200 വേണം. 2200 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. 2200 കേട്ടോ, അതാണ് റേഞ്ച് വരുന്നത് കേട്ടോ. ഓക്കെ. അതിനകത്ത് ഏതിന്റെ കണ്ടന്റാ കൂടുതലായിട്ട് വേണ്ടത്? അപ്പോ അങ്ങനെയൊന്നും പറയുന്നില്ല അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രോട്ടീൻ നമ്മൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. പ്രോട്ടീൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. 30 ഗ്രാമെങ്കിലും ഒരു ഡേയില് കുട്ടിക്ക് എന്തോ കൊടുക്കണം? നമ്മള് പ്രോട്ടീൻ കൊടുത്തിരിക്കണം അല്ലെ? പ്രോട്ടീനിന് എന്തൊക്കെയാ? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാ? എഗ്, വൈറ്റ്, ചിക്കൻ. ചിക്കൻ പക്ഷെ അധികം കൂട്ടാമോ? നമ്മള് കൊടുക്കാമോ കുട്ടിക്ക് ചിക്കൻ? ഇല്ലില്ല. എഗ്, പയറുവർഗ്ഗങ്ങള്, പയറ് വർഗ്ഗങ്ങൾ കേട്ടോ. അതൊക്കെയാ. കടലയുണ്ട് അല്ലെ? കടല, അതുപോലെ പയറ്, പരിപ്പ്, ഗ്രീൻ പീസ്, ചെറുപയറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചെറുപയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആണ്. പ്രോട്ടീൻ റിച്ച് മാത്രമല്ല, അതിനകത്ത് അയൺ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപയറിൽ നമുക്ക് ഗ്രീൻ ഗ്രണ്ട് അല്ലെ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ചിക്കനിൽ മാത്രമല്ല നമുക്കുള്ളത്. ചിക്കൻ അതായത് ചിക്കൻ നല്ലതാണ്, നല്ലതെന്നല്ല പറയുന്നത്. പക്ഷെ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ ആണ്. കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ എന്താണ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ഫ്യൂച്ചറിൽ. അതുകൊണ്ടാണ് ചിക്കൻ അധികം കൊടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചിക്കന് പകരം എന്ത് ചെയ്യാം? നമുക്ക് ചിക്കൻ കൊടുക്കാം. അത് നോർമൽ ആയിട്ട് എന്താണ് ചിലപ്പോ ഒരു വീക്കിലി ചിലപ്പോ 2 പ്രാവശ്യം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര ടൈം വെച്ച് കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലാതെ നിങ്ങൾ ഡെയിലി ചിക്കൻ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. പ്രോട്ടീന്റെ അളവ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പയറ് വർഗ്ഗങ്ങള് പ്രോട്ടീൻ ആയിട്ട് ഉൾപ്പെടുത്തി കുട്ടിക്ക് കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ആണെങ്കിൽ കൊടുക്കുക. പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പയറ്, അതുപോലെ തന്നെ പുട്ട് പരിപ്പ്, അതൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വേറെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ്, അയഡിൻ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മാം, പ്രോട്ടീന് ഏറ്റവും കൂടുതൽ എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ എഗ്ഗിലുണ്ട്. കാരണം എന്റെ കുട്ടിക്ക് പ്രോട്ടീന് കുറവായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും കൊടുത്തില്ലെങ്കിലും ശരി, ഒരു മുട്ട ഡെയിലി കൊടുത്താൽ അവർക്ക് അതിനാവശ്യമുള്ള പ്രോട്ടീൻ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാ കുട്ടികൾക്ക് കൊടുക്കുന്ന. എനിക്ക് തോന്നുന്നു എഗ്ഗിന്റെ വൈറ്റ് പാർട്ടാണ് തോന്നുന്നത് അല്ലെ പ്രോട്ടീൻ? പ്രോട്ടീന് വൈറ്റാ. പിന്നെ നാടൻ മുട്ടയാണെങ്കിൽ അതില് പിന്നെ വൈറ്റും യെല്ലോ യോക്കും കഴിക്കാമല്ലോ. കഴിക്കാനായിട്ട് സാധിക്കും അല്ലെ? അതെ അതെ. അറിയില്ല ഇങ്ങനെ കൊടുക്കാമോ? കാരണം കഫക്കെട്ടിന്റെ എന്തൊരു പ്രശ്നം വരില്ലേ ഇത് കഴിക്കുന്നുണ്ട് ഡെയിലി? കഴിക്കാം, പ്രശ്നമില്ല. പക്ഷേ 3 എഗ് വൈറ്റിന്റെ കൂടെ ഒരു യോക്ക് കഴിക്കാം, അത് പ്രശ്നമില്ല. പ്രശ്നമില്ല അല്ലേ?
ചില കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മുട്ട കൊടുക്കാൻ പാടില്ല, മുട്ട കൊടുക്കാനൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഈ കഫിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരെണ്ണം കഴിക്കുന്നോണ്ട് പ്രശ്നമില്ലെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടോ ഇപ്പൊ ഓരോ പോയിന്റുകൾ വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയാത്തതാണ് എഗ്ഗിന്റെ കാര്യം പറഞ്ഞത്, പ്രോട്ടീന്റെ. ഇനിയും ഉണ്ടാവും അങ്ങനെ പല പല പോയിന്റ്സ്. ആനിമൽസിന്റെ ലിവർ ഒക്കെ കഴിക്കരുത് എന്ന് ചിലര് പറയും, അതൊക്കെ ശരിയാണോ? ഇതില് ഫുള്ള് വൈറ്റമിൻ. ആനിമൽസിന്റെ ലിവർ കഴിക്കരുതെന്നോ? ആ അതെനിക്ക് തോന്നുന്നു ചിക്കന്റെ ഒക്കെ ലിവർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചിക്കന്റെ ലിവർ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കന്റെ ലിവർ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. മറ്റ് മൃഗങ്ങളുടെ, അതായത് മറ്റ് ആനിമൽസിന്റെ ഒക്കെ ലിവർ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നണം അല്ലേ? ഇവര് പൊതുവെ ഒഴിവാക്കണമെന്ന് പറയുന്നത് മാം പോയിസണസ് ആയിട്ടുള്ള അവർ കഴിക്കുന്ന ആഹാരം ഒന്നും നല്ല ആഹാരം അല്ലല്ലോ. അപ്പൊ അതിലുള്ള പോയിസണസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ലിവറിലല്ലേ അത് ഡിസ്ട്രോയ് ചെയ്യുന്നത്, ബാലൻസ് ഉള്ളതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാം ആവുമെന്ന് വെച്ചിട്ടാണ് കഴിക്കേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നത് അല്ലെ? ഓക്കെ, ചിക്കന്റെ ലിവർ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ. ഞാൻ അതാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് കേട്ടോ. ചിക്കന്റെ ലിവർ കഴിക്കാൻ പാടില്ലെന്നാണ്. മറ്റ് അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ലിവറിൽ എന്തുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ലതാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മളിപ്പോ ഈ പ്രസവരക്ഷ സമയത്തൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു തോന്നുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും അങ്ങനെ ഇതുണ്ടോ? പ്രസവരക്ഷ സമയത്തൊക്കെ നമുക്ക് മട്ടന്റെ ആടിന്റെ ലിവർ വരട്ടിയിട്ട് തരും. അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അത്രയും അതുണ്ട്. അതായത് മുമ്പേ തുടങ്ങി നമ്മൾ ചെയ്തു വരുന്നൊരു ശീലമാണത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ? പയറ് മുളപ്പിച്ച് കഴിക്കുന്നത്. പയറ് മുളപ്പിച്ചത് അത് അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നോ മാം. ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ് ആരാ വായിക്കാം? നെക്സ്റ്റ് പാരാഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. ആരെങ്കിലും ഒരാൾ പറയൂ കേട്ടോ. ഞാൻ വായിക്കാമോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. കുട്ടികളുടെ ഫുഡിന് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാല് പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതിനകത്ത് പച്ചക്കറികൾ എന്ന് പറയുന്നത് ചീര പോലുള്ള ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. അതുപോലെ ബീൻസ്, അങ്ങനത്തെ ഫുഡുകളാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമുക്ക് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അത് ക്യാരറ്റ്, പംകിൻ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സിട്രിക്സ് അടങ്ങിയ ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുസംബി, ഗോസ്ബെറി അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ കൂടുതൽ, പപ്പായ, ഗുവ അങ്ങനത്തെ ഫ്രൂട്ട്സുകളും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മിൽക്ക് ഏറ്റവും അധികം ഒരുപാട് കൊടുക്കാൻ പാടില്ല, എന്നാലും ഡെയിലി ഉള്ള ഫുഡിനകത്ത് മിൽക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻ കേസ് മിൽക്ക് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മിൽക്കിന്റെ പ്രൊഡക്റ്റായ കേട്, പനീർ അങ്ങനത്തെ പുഡിങ് അങ്ങനത്തെ രീതിയിലൂടെ കുട്ടികൾക്ക് മിൽക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എഗ്ഗ്, മീറ്റ്, ഫിഷ് അത് ഡെയിലി ഫുഡിനകത്ത് കുട്ടികൾക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ആള് ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്, കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനതൊന്നും കൂടി ഒന്ന് പറയാം. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ നിങ്ങള്. ഓക്കെ, അപ്പോ നമ്മൾ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് പയറുവർഗ്ഗങ്ങൾ അല്ലെ, പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികളുമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കേണ്ടത്. ഓക്കെ, പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പച്ചക്കറികളിലെ ചീര, ഓക്കെ, അമരാന്തസ് ഉണ്ടല്ലോ, വൈറ്റമിൻ എ ആണ് അല്ലെ, അത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ ഇരുമ്പിന്റെ കണ്ടന്റ് ഒക്കെ എന്താണ് കൂടുതലായിട്ട് എന്തുണ്ട് ചീരയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികളിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ബീൻസ് എന്താണ് അങ്ങനെയുള്ള പല പല മുരിങ്ങയില, അതുപോലെ തന്നെ പല പല ഇലക്കറികൾ എന്ത് ചെയ്യണം നമ്മള് കുട്ടികളിൽ കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ ക്യാരറ്റ്, മത്തങ്ങ, അതുപോലെ തന്നെ എന്താണ് മഞ്ഞ, ഓറഞ്ച് പച്ചക്കറികള്
പിന്നെ സിട്രസ് പഴങ്ങളായ മുസമ്പി, ഓറഞ്ച്, നെല്ലിക്ക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം കുഞ്ഞുങ്ങള് ചെറുപ്പത്തിൽ, അതായത് ചെറുതിലായിരിക്കുമ്പോൾ ഒരു 6 മാസം കുഞ്ഞിന്, 6 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കുമല്ലോ നമ്മള്. അതായത് ഫ്ലൂയിഡ് ഫുഡിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് എന്ത്, ചോറിൽ എന്ത് ചെയ്യും, കുഞ്ഞിന് നമ്മൾ അധികം ആദ്യം എന്ത് ചെയ്യില്ല, എരിവൊന്നും കൊടുക്കില്ല അല്ലെ. അപ്പൊ നമ്മള് ചോറിൽ എന്ത് ചെയ്യും, ക്യാരറ്റോ അല്ലെങ്കിൽ ഈ ഒരു പംകിനോ ഒക്കെ പുഴുകിയിട്ട് വേവിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബോയിൽ ചെയ്തിട്ട് ആ ചോറില് ഉടച്ച് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുക അല്ലെ. അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾ കൊടുത്തിട്ടില്ലേ കുട്ടിക്ക് അങ്ങനെ? കൊടുത്തിട്ടുണ്ട് മാം. കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് കുട്ടിക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അങ്ങനെയാണ്. കാരണം ആ ക്യാരറ്റിലും അതുപോലെ തന്നെ എന്താണ് ആ ഒരു പംകിലുള്ള ആ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ കുട്ടി ആദ്യം ആയിട്ട് അത് കഴിക്കുമ്പോ എന്താണ്, കുട്ടി അത് കഴിച്ചോളും. പിന്നീടാണ് വലുതാവുമ്പോഴാണ് അവർക്ക് എന്താണ് ഇതൊന്നും ഇഷ്ടമല്ലാതിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തുടങ്ങി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ക്യാരറ്റ് ആയാലും പംകിൻ ആയാലും അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് ആയ മുസമ്പി, ഓറഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായാലും എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ പപ്പായ അല്ലെ, പപ്പായ, അതുപോലെ തന്നെ ഗുവ, പിന്നെ മാംഗോ, അതും എന്ത് ചെയ്യണം നമ്മള്. മാംഗോയിലൊക്കെ കൂടുതൽ വൈറ്റമിൻ എ ഉണ്ട് കേട്ടോ. മാംഗോയില് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റമിൻ എ തന്നെയാണ്. കണ്ണിനൊക്കെ ചില കുട്ടികൾ ക്യാരറ്റ് ഒന്നും കഴിക്കില്ല, പച്ചക്ക്, അതായത് പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് റോ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ചില കുട്ടികളൊന്നും കഴിച്ചിട്ട് വരില്ല. പക്ഷെ എന്താണ്, മാങ്ങ എല്ലാവരും കഴിക്കും അല്ലെ, മാംഗോ എല്ലാവരും കഴിക്കും. ഇപ്പൊ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാം, മാംഗോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മള് വേറെ ഫ്രൂട്ട്സിലോട്ടോ കാര്യങ്ങളോ ഒന്നും പോകാതെ തന്നെ ഡെയിലി എന്ത് ചെയ്യാം, മാങ്ങ കൊടുത്താലും കണ്ണിന്റെ ആരോഗ്യത്തിന് എന്ത് തന്നെയാണ്, നല്ലത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മള് കൂടുതലായിട്ട് ഓവറായിട്ട് നമ്മള് ഡയറക്റ്റ് പ്രൊഡക്ട്സ് ആശ്രയിക്കരുത്. അതായത് കൂടുതലായിട്ട് എന്ത് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കാനായിട്ട് പാടില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അളവില്, കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റില് 1 ഗ്ലാസ് പാല് കുട്ടിക്ക് നമുക്ക് കൊടുക്കാം. അത് കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പൊ കിടക്കാൻ നേരത്തേക്ക് പാല് കുട്ടിക്ക് കൊടുക്കുന്നത് അവന്റെ, അതായത് കുട്ടിയുടെ ബ്രെയിൻ, അതായത് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യണം, നമ്മൾ 1 ഗ്ലാസ് പാല് അല്ലെങ്കിൽ രാവിലെ കൊടുക്കാം, ഏർലി മോർണിംഗ് കൊടുക്കാം കുട്ടിക്ക്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യാം, 1 ഗ്ലാസ് പാല് കൊടുക്കുന്നത് അവന്റെ ആക്ടിവിറ്റീസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടി ഇപ്പോ പാൽ എടുക്കുന്നില്ലെങ്കിൽ, ഇവിടെ പറയുന്നത് പാല് കുടിക്കാത്ത കുട്ടികളുണ്ട്. അപ്പൊ പാലിന് പകരം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് പനീർ അല്ലെങ്കിൽ തൈരൊക്കെ കുടിക്കാത്ത കുട്ടികൾ ഉണ്ടാവാം ചിലര്, അല്ലെങ്കിൽ പാല് തീരെ ഒഴിവാക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. അവർക്കൊക്കെ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ, ചിലപ്പോൾ ചില കുട്ടികൾക്ക് തൈര് ഇഷ്ടപ്പെടുന്നുണ്ടാവാം, ചില കുട്ടികൾക്ക് പനീർ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. പനീർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവര് കറി വെച്ചിട്ട് നമ്മള് ഫ്രൈഡ് റൈസിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവരത് ഉള്ളിലേക്ക് കഴിച്ചോളും. അതുപോലെ തന്നെ കസ്റ്റാർഡ്, ഗീർ, പുഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അതിനകത്തൊരു അട്രാക്ഷൻ വേണം, ഒരു ആകർഷണം തോന്നും അത് കാണുമ്പോൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതാണ് വീടുകളിലൊക്കെ നോർമലി നമ്മൾ കണ്ടുവരുന്നതാണ്. ദോശയൊക്കെ എന്താണ്, കുട്ടികൾ ചിലപ്പോ തിന്നു വരില്ല, നമ്മളെ റൗണ്ടിലൊക്കെ ചുട്ട് കഴിഞ്ഞാൽ തിന്നു വരില്ല. പക്ഷെ അതേ സമയം ആ ദോശമാവ് കൊണ്ട് തന്നെ നമുക്ക് എലിഫന്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്മൈലിയുടെ രൂപത്തിലൊക്കെ നമുക്ക് ദോശ ഉണ്ടാക്കി കുട്ടികളുടെ മുമ്പിൽ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അത് കഴിക്കും. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര, അതായത് കുട്ടികൾക്ക് ഈ ആ ഒരു പ്രായം, ഈ ഒരു ഇവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത് അട്രാക്ഷൻ തോന്നും ഇതിനോട്. എന്ത് ചെയ്യും, നമുക്ക് ഒരു, അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു കൗതുകം. ഓക്കെ, അതായത് കാണുന്ന എല്ലാ വസ്തുക്കളോടും അവർക്ക് എന്ത് തോന്നും, ഒരു കൗതുകം തോന്നും അല്ലെ. അതായത് അത് കാണുമ്പോൾ അത് എന്താ പറയാ, അത് സ്വന്തമാക്കാനുള്ള, ഇപ്പൊ എന്ത് കളിപ്പാട്ട്, ഇപ്പൊ ടോയ്സ് കാണുകയോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉത്സവപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് എലിഫന്റിനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കളിപ്പാട്ടങ്ങള്, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കൺമഷി, അല്ലെങ്കിൽ എന്താ പറയാ വള, കമ്മല്, പൊട്ട്, അതുപോലെ തലയിലിടുന്ന ബാൻഡ്, ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്താണ്, അവർക്ക് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നും, അത് സ്വന്തമാക്കണം എന്നവർ ആഗ്രഹിക്കും. അതാണ് ഈ ചെറുപ്രായം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അതിലൂടെ കടന്നു വന്നവരാണ്, പക്ഷെ നമുക്കൊന്നും അറിയില്ല.
എങ്ങനെയൊക്കെയാണ് ഈ സമയത്താവുമ്പോ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലെ നമ്മുടെ അമ്മമാരാണ് നമ്മളോട് പറയാ. അപ്പൊ നമ്മുടെ അമ്മമാര് പറയും നമ്മളോട് എന്തായാലും നമ്മുടെ കുഞ്ഞിനേക്കാൾ കഷ്ടമായിരുന്നു നമ്മൾ എന്ന് പറയുമ്പോഴാണ് നമ്മളതൊക്കെ ഓർക്കുക അല്ലെ? അങ്ങനെയല്ലേ നിങ്ങളൊക്കെ? നിങ്ങളുടെ അമ്മമാര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ടല്ലോ. എന്തായാലും കൊച്ചിന്റെ അത്ര വാശി, കൊച്ചിനേക്കാളും കൂടുതൽ വാശിയായിരുന്നു നിനക്ക് ചെറുപ്പത്തിൽ. അപ്പൊ നമ്മൾ അങ്ങനെയായിരുന്നോ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് എന്തും സ്വന്തമാക്കാനായിട്ട് എന്തിനോടും കൗതുകം തോന്നുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് ആ കൗതുകം തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് അവരുമായിട്ട് കൂടുതൽ അടുക്കണം. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവരെങ്ങനെയാണോ അത് ഇഷ്ടപ്പെടുന്നത്, അവരെങ്ങനെയാണോ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതുമായിട്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം നമ്മള് കുട്ടികളെ. ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമുക്ക് അവരുമായിട്ട് കളിക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവാം, അമ്മ കളിക്കുന്നില്ലല്ലോ, അച്ഛൻ കളിക്കുന്നില്ലല്ലോ, ആർക്കും ഇങ്ങനെ സമയമില്ല നോക്കാൻ, അങ്ങനെയുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും. അവരുടെ കൂടെ എന്ത് ചെയ്യുക, അവരിപ്പോ ഷട്ടിൽ കളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടുകാരുടെ കൂടെ ഷട്ടിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുകാരന് പകരമായിട്ട് നിന്ന് കുട്ടിയുമായിട്ട് കളിക്കുക. അത് കുട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകും കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കുട്ടിക്ക്. അതുകൂടാതെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടി ലിസൺ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് അവൻ ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു മോനോ മോളോ ആകട്ടെ, ചിലപ്പോ മോന് പുറത്തെ ചില എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിലായിരിക്കും താല്പര്യം, മോൾക്കാണെങ്കിൽ ഡാൻസിലും പാട്ടിലൊക്കെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. ചില കുട്ടികൾക്ക് കളറിങ്ങില് അതുപോലെ തന്നെ ഡ്രോയിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പൊ പലതരത്തില് പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവഡ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി എന്താണോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങള്, അവരുമായിട്ട് അവരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിയെ പോലെയോ അവരുടെ കൂട്ടുകാരനെ പോലെയോ ഒക്കെ എന്താവണം, നിങ്ങള് കുട്ടിയുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ പറയുന്ന എല്ലാ ഫുഡ്സും എന്ത് ചെയ്യും, കുട്ടികള് കഴിച്ചോളൂ. ക്യാരറ്റ് ആയിക്കോട്ടെ, പംകിൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മള് കുട്ടിയുമായിട്ട് കൂടുതൽ ക്ലോസ് ആയാൽ മാത്രമേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പറയുന്ന കാര്യങ്ങള് കേൾക്കാനായിട്ട് നോക്കുള്ളൂ. അപ്പൊ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി ഒന്നും വരില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് കൂടുതൽ സ്പെൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവരുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഉണ്ടാകില്ല കേട്ടോ. അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നേ? ആണോ? അതെ മാം. ആണല്ലേ? നിങ്ങൾ കുട്ടികളുമായിട്ട് കൂടുതൽ ക്ലോസ് ആണോ? കൊറേയൊക്കെ. കുഞ്ഞിന്റെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്? കുഞ്ഞുറങ്ങുമ്പോഴേ അധികം സമയം കിട്ടുമ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യും അല്ലെ? കുഞ്ഞിന്റെ കൂടെ കളിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ അല്ലെ? ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കുഞ്ഞിനോട്, അമ്മ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് അമ്മ അവന്റെ കൂടെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ നിങ്ങള്? ചോദിക്കാറുണ്ട്. ചില സമയത്ത് കളറൊക്കെ ചെയ്യുമ്പോ നമ്മൾ കൂടെ ഇരുന്നാലും മതി, ഒന്ന് കാണണം, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കൂടെ ഇരുന്നാലും മതി. അവൾക്ക് ഇഷ്ടമാണ്, എന്റെ മോൾക്കുള്ള ഇതില്. ഓക്കെ, അതായത് നമ്മൾ കൂടുതലായിട്ട് അവരുമായിട്ട് സ്പെൻഡ് ചെയ്താൽ വേറൊരു ഇതും കൂടി ഉണ്ട്. അതിനകത്ത് വേറൊരു മെച്ചം എന്ന് പറഞ്ഞ ഗുണം എന്ന് പറഞ്ഞാല് മൊബൈൽ അഡിക്ഷൻ കുട്ടികളെ നിർത്താനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ മൊബൈലിനെ ആശ്രയിക്കുന്നത്. അതൊരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങളും പാരന്റ്സ് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, മൊബൈലിലേക്ക് തിരിയുന്നത്. ഇപ്പൊ വെക്കേഷൻ ടൈം ആണല്ലോ, എന്ത് ചെയ്യാം, അവരുടെ കൂടെ കുറച്ചു നേരം ഇനി അവരെന്ത് ചെയ്യും, അതായത് അക്കാദമിക് ഇയർ ആരംഭിച്ചു കഴിഞ്ഞാൽ അവരെ കിട്ടില്ല, പിന്നെ അവർക്ക് പഠിക്കാനുണ്ടാവും ധാരാളം. നിങ്ങൾ അവരെ പ്രഷർ ചെയ്യും പഠിക്കാനായിട്ട്, അവർക്ക് കംപ്ലൈന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. എപ്പോഴും പഠിക്കുക അങ്ങനെ പറഞ്ഞിങ്ങനെ പറയുമ്പോ ഇപ്പൊ എന്ന് പറയുന്നത് അവരുടെ ഒരു വെക്കേഷൻ ടൈം ആണ്, അവരുടെ പ്ലേ ടൈം ആണ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കൂടെ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഡെയിലി എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യില്ലേ? ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞു പാലിന്റെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് പാലിന് പകരം എന്താണ്, നമ്മളിപ്പോ പാല് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് കേട് കൊടുക്കാം, പനീർ കൊടുക്കാം, കസ്റ്റാർഡ്, അതുപോലെ ഗീർ, പുഡിങ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് കുട്ടിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇപ്പൊ കുട്ടി കൂടുതലായിട്ട് നോൺ വെജ് ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ആ ഒരു ഭക്ഷണക്രമത്തിൽ നമ്മൾ എഗ്ഗ്, മീറ്റ്, ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു വേറൊരു തരത്തിൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് നോർമൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിന് പകരം അത് ഉദ്ദേശിക്കുന്നത്, അതായത് ഭയങ്കര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പാട്ടും കളിയിലൂടെ ഒക്കെ ഫുഡ് കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? തീരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുടെ അമ്മമാര് ആരെങ്കിലും ഉണ്ടോ? തന്നെ ഭക്ഷണം കഴിക്കാത്ത, ഭയങ്കര കഷ്ടപ്പെട്ട് കൊടുക്കുന്ന, ഇല്ല അല്ലേ? എന്റെ മോന് ഭയങ്കര മടിയാ കഴിക്കാന്. അപ്പൊ എന്നിട്ട് നമ്മള് എങ്ങനെയാ മോള് കൊടുക്കുന്നത്? അവന് ഭക്ഷണം എങ്ങനെയാ കൊടുക്കുന്നത്? ചോറ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാവില്ലേ, ഉപ്പുമാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൽ കടുക് ഉണ്ടാവില്ലേ, ആ കടുക് കണ്ണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ണുള്ള ബോൾസ് കഴിക്കുകയാണെന്ന് പറയും. കടുക് വെച്ചിട്ട് കണ്ണ് വെച്ച് കൊടുക്കുക. ആണല്ലേ? അപ്പൊ കഴിക്കുമോ? കഴിക്കുമോ? അതങ്ങനെ കഴിച്ചോളൂ അല്ലേ? അത് കഴിക്കും. എന്തെങ്കിലും ചെറിയ വെജിറ്റബിൾസിന്റെ എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ ചോറിന്റെ കുഞ്ഞു ഉരുള വെച്ചിട്ട് അത് കണ്ണ് മൂക്ക് വെച്ച് കൊടുക്കുക ആ ഉരുളക്ക്, എങ്കിലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. ആണല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അതുപോലെ ദോശമാവും കൊണ്ട് കണ്ണും മൂക്കും ദോശ ഉണ്ടാക്കിയിട്ട് കണ്ണും മൂക്കും വായും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കി അപ്പൊ കൊടുക്കും അത് അല്ലെ? അപ്പൊ അത് കഴിച്ചോളും. അത് കഴിച്ചോളൂ അല്ലെ? ഓക്കെ ഓക്കെ. ആ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. നിങ്ങൾ തന്നെ ഏതെങ്കിലും ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ഫുഡ് ന്യൂട്രീഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട്? അത്രയുള്ളൂ. ജ്യൂസുകളൊക്കെ കുടിക്കുമല്ലോ കുഞ്ഞുങ്ങൾ അല്ലെ? ജ്യൂസസ് ഒക്കെ കുടിക്കില്ലേ? എന്റെ അപ്പം പാല് കുടിക്കില്ല മാം. എന്ത് ചെയ്താലും പാല് കുടിക്കില്ല. പക്ഷെ അത് പാലിനകത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു കൊടുത്താല് ആ പാലിൽ ടേസ്റ്റ് മാറുമ്പോൾ അത് കുടിക്കും. പാല് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കില്ല. അങ്ങനെ കുടിക്കുന്നു ആ അല്ലേ? ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് പറയും. ആ, ടേസ്റ്റ് ഇഷ്ടമില്ല. ഓക്കെ. ഈ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നത്? അപ്പൊ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നിങ്ങള് അതൊക്കെ അവർ കഴിച്ചോളൂ? വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ? അത് വറവും ചേർത്താൽ ഭയങ്കര ഇഷ്ടമല്ല. ഉപ്പേരി പോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും. ആ ആ ഓക്കെ. പിന്നെ ഈ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ അതൊക്കെ അമരാന്തസ് ഒക്കെ ഉണ്ടല്ലോ, ചീരയൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ കുട്ടികൾ കഴിക്കുമോ? ഡയറക്റ്റ് ആയിട്ട് കഴിക്കും? പുലാവ് പോലെ ഉണ്ടാക്കിയാലേ അധികം കഴിക്കുള്ളൂ വെജിറ്റബിൾസ്. നമ്മള് തോരൻ വെച്ചാലൊന്നും കഴിക്കില്ല. പുലാവ് പോലെ എല്ലാം മിക്സ് ആക്കിയിട്ട് കുറച്ച് റൈസിൽ വേവിച്ചെടുക്കുക, കൊടുക്കുക. അപ്പൊ ഈ അതിൽ നിന്ന് പെറുക്കിയെടുത്ത് കളയില്ലേ? അങ്ങനെ ഒരു സ്വഭാവം ഇല്ലേ കുഞ്ഞുങ്ങൾക്ക്? അത് ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കുമ്പോ ഇഷ്ടമാണ്. അങ്ങനെ ആക്കുമ്പോ ഇഷ്ടമാണ്. ചില കുഞ്ഞുങ്ങൾ പെറുക്കി കളയും അതിന്ന്. അവർക്ക് അറിയാൻ പറ്റും അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീരെ കുഞ്ഞാക്കിയിട്ടാണ് ഇങ്ങനെ പുലാവ് പോലെ ഉണ്ടാക്കുന്നത്? സ്മോൾ ആയിട്ടുള്ള പീസസ് ആക്കിയിട്ടാണോ? ആ, ചെറുതായിട്ട് ചിലപ്പം കുറച്ച് മസാല എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താല് അത് ബിരിയാണി പോലെയൊക്കെ അങ്ങനെ കഴിക്കും. അങ്ങനെ കഴിക്കും അല്ലെ? ഹെവിയായിട്ട് നമ്മൾ വെച്ചു കൊടുത്താലൊന്നും കഴിക്കില്ല. പയറുവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലോ? കടലയും പയറും പരിപ്പൊക്കെ അതൊക്കെ കഴിക്കും? ചപ്പാത്തിയുടെ ഉള്ളിലാക്കിയിട്ട് നമ്മുടെ ബോൾസ്, ചപ്പാത്തി ബോൾസ് ഉണ്ടാക്കില്ലേ, ഇങ്ങനെ ആലു പൊറാത്ത, മേത്തി പൊറാത്ത, അങ്ങനെ ഈ ഉലുവയുടെ ചീരയൊക്കെ അല്ലേ, ഉലുവച്ചീര, കടുകിന്റെ ചീരയൊക്കെ കിട്ടുമായിരുന്നു. ഞങ്ങള് മോള് ചെറുതാവുമ്പോ ഞങ്ങള് മഹാരാഷ്ട്ര ആ ഭാഗത്ത് അവിടെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചെറിയ ലീഫ് കുഞ്ഞി ചെടികൾ കിട്ടും. അതും ഇതാക്കിയിട്ട് നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ ചെറുപയർ വേവിച്ചിട്ട് അതും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുക. കഴിച്ചോളൂ അല്ലെ? പിന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കില്ലേ, പുട്ട് ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കുഴക്കണതിന് പകരം ഇതിട്ട് പുട്ടുപൊടി കുഴച്ചിട്ട് പുട്ടുണ്ടാക്കും. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ചുമന്ന കളറിൽ പുട്ടാവും, അല്ലെങ്കിൽ അത് ക്യാരറ്റിന്റെ മഞ്ഞ കളറിൽ പുട്ടാവും. അപ്പൊ പിള്ളേരത് കഴിക്കുകയും ചെയ്യും, ആ വെജിറ്റബിൾ അകത്ത് ചെല്ലുകയും ചെയ്യും. അത് ആ ശരിയാണ്. അത് അറിയില്ല, നമ്മൾ എടുത്ത് കളയാൻ പറ്റില്ല. അവർക്ക് പൊടി പോലെ തന്നെ തോന്നുള്ളൂ, കളർ പുട്ടായിട്ട് തോന്നുള്ളൂ.
ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഫിഷ് കറി നമുക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നു അല്ലെ? ഇങ്ങനെ ചിക്കൻ കറി അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. ചിക്കൻ കറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഉള്ളിലേക്ക് ചെല്ലും തോന്നുന്നു അല്ലെ? അതൊരു നല്ലൊരു ഐഡിയ. ഞാനെന്തോ യൂട്യൂബിൽ എന്തോ പ്രാവശ്യം എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ മോൻ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയുള്ളൂ, കഴിച്ചു. പക്ഷെ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് സമയം പ്രശ്നമാണല്ലോ, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും ഞാനിപ്പോ നമ്മള് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. അത് നല്ലൊരു ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫ് നാളെ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു. ഓഫ് ചെയ്തോ?